السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. قال الله سبحانه وتعالى في قرآنه المجيد: بسم الله الرحمن الرحيم. إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من ألف شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر. ഏറ്റവും ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ റമളാൻ കൊണ്ട് വിജയിക്കുന്നവരിൽ നമ്മയും നമ്മുടെ കുടുംബങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധ റമളാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരിൽ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരാകുന്ന നമുക്ക് വളരെ സന്തോഷത്തിനും വേണ്ടി മഹാനായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രവാചകനായി നിയോഗിച്ചു. ആ നബി തങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. ഈ പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത്, ഇറക്കപ്പെട്ടത് പരിശുദ്ധമായ റമളാനിലെ ലൈലത്തുൽ ഖദ്റിൻ്റെ രാത്രിയാണ് എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നതായി നമുക്ക് കാണാം. പരിശുദ്ധ റമളാൻ 30 ദിവസവും അല്ലാഹു തആല പ്രത്യേകത നൽകിയത് ഈ ഒരൊറ്റ രാത്രിയുടെ പ്രത്യേകതയിലാണ് എന്ന് ഈ വിശുദ്ധ ഖുർആൻ ഇറക്കപ്പെട്ടതുകൊണ്ടാണ് എന്ന് മുഫസ്സിറുകൾ പറഞ്ഞതായിട്ട് നമുക്ക് കാണാം. പരിശുദ്ധ റമളാനിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരിക്കുകയും ബഹുമാനിക്കുകയും അതിന് പ്രത്യേകമായ സ്ഥാനങ്ങളും പദവികളും പ്രതിഫലങ്ങളുമെല്ലാം അല്ലാഹു തആല നൽകിയത് ഈ പരിശുദ്ധമായ ഖുർആൻ അവതരിപ്പിച്ചത് കൊണ്ടാണ് എന്ന് വിശുദ്ധ ഖുർആനിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അല്ലാഹുവിൻ്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത് ഈ വിശുദ്ധമായ ലൈലത്തുൽ ഖദ്ർ എന്ന് പറയുന്ന രാത്രിയിലാണ് എന്ന് വിശുദ്ധമായ സൂറത്തുൽ ഖദ്റിലൂടെ അല്ലാഹു തആല വ്യക്തമാക്കി തരുന്നുണ്ട്. ഒരുപാട് പ്രതിഫലങ്ങളും സ്ഥാനങ്ങളും പദവികളുമെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രാത്രിക്ക് സമ്മാനമായി നൽകിയിട്ടുണ്ട്. ആ രാത്രിയുടെ പ്രത്യേകത വിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നു. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ. പരിശുദ്ധമായ ലൈലത്തുൽ ഖദ്റിൻ്റെ രാത്രിയിലാണ് വിശുദ്ധ ഖുർആൻ നാം അവതരിപ്പിച്ചത്. ലൈലത്തുൽ ഖദ്ർ ഖൈറും മിൻ അൽഫി ഷഹർ. ലൈലത്തുൽ ഖദ്ർ എന്ന് പറയുന്നത് 1000 മാസങ്ങളെക്കാൾ ശ്രേഷ്ഠമായ രാത്രിയാണ്. ലൈലത്തുൽ ഖദ്ർ ഖൈറും മിൻ അൽഫി ഷഹർ തനസ്സലുൽ മലായികത്തു വറൂഹു ഫീഹാ. എന്താണ് ആ രാത്രിയുടെ പ്രത്യേകത? അതിൽ മാലാകമാരിറങ്ങി വരുന്നു. വറൂഹു, റൂഹുകളും ഇറങ്ങി വരുന്നു. അതല്ലെങ്കിൽ ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരുന്നു. എന്നിട്ടോ സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. പ്രഭാതമാകുന്നത് വരെ ആ രാത്രി അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷയുടെ രാത്രിയാക്കിയിരിക്കുകയാണ്. ഈ ലൈലത്തുൽ ഖദ്റിൻ്റെ രാത്രി എന്നാണ് ലൈലത്തുൽ ഖദ്ർ എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വ്യക്തമായ വിവരം നൽകിയിരുന്നു. പക്ഷേ മഹാന്മാരായ സ്വഹാബത്ത് പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ വിവരം പറയാൻ വേണ്ടി പുറത്തേക്ക് വന്നപ്പോൾ പുറത്ത് 2 ആളുകൾ ശണ്ട കൂടുന്നത് കണ്ടപ്പോൾ വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത് കേട്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ആ വിവരം അല്ലാഹു തആല ഉയർത്തിക്കളഞ്ഞു. നബി തങ്ങൾ പറഞ്ഞു, ആ ലൈലത്തുൽ ഖദ്റിനെ നിങ്ങൾ പരിശുദ്ധ റമളാനിൻ്റെ അവസാനത്തെ ഒറ്റയായ രാത്രികളിൽ നിങ്ങൾ പ്രതീക്ഷിച്ചു കൊള്ളുക. അതിലെ 1-ാമത്തെ രാവ് 21-ാം രാവ് നമുക്ക് കഴിഞ്ഞുപോയി. 23-ഉം 25-ഉം
അതുപോലെ തന്നെ 27ഉം 29ഉം നമ്മുടെ മുമ്പിലുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സത്യവിശ്വാസികൾ, ഈ രാവുകളിലൊക്കെ ആരാധനകളിൽ മുഴുകി ആ രാവുകളെ ധന്യമാക്കുകയും ആ രാവുകളുടെ പ്രത്യേകത അല്ലാഹു തആല പഠിപ്പിച്ച 1000 മാസങ്ങൾ എന്ന് പറയുന്നത് 80 ചില്ലാനം വർഷങ്ങൾ ആരാധന നിർവഹിച്ച, ഖുർആൻ ഓതിയ, ദിക്ർ ചൊല്ലിയ, നിസ്കരിച്ച പ്രതിഫലമാണ് നമുക്ക് ലഭിക്കാൻ പോകുന്നത്. അതുകൊണ്ട് നാം ആരും തന്നെ ആ ദിവസം, ആ ലൈലത്തുൽ ഖദ്ർ എന്ന് പറയുന്ന ആ രാത്രി, അതിനെ നാം മോശമായി കാണുകയോ അതല്ലെങ്കിൽ അത് നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നൊരവസ്ഥ നമുക്കുണ്ടാവാൻ പാടില്ല. അല്ലാഹു തആല ലൈലത്തുൽ ഖദ്ർ കൊണ്ട് വിജയിക്കുന്നവരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹളറത്തിൽ വന്ന് ജിബ്രീൽ അലൈഹിസ്സലാം മുൻഗാമികളായ യഹൂദികളുടെ ആ ആളുകളുടെ ചരിത്രങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ അതിൽ ഒരു മഹാനെക്കുറിച്ച് അള്ളാഹുവിൻ്റെ ഹബീബിന് പറഞ്ഞു കൊടുത്തു. ശിമോനുൽ ഗാസി എന്ന് പറയുന്ന മഹാൻ 1000 വർഷം ശത്രുക്കളോട് ഒരു ഒട്ടകത്തിൻ്റെ എല്ലുകൊണ്ട് പടപൊരുതി. അദ്ദേഹത്തിൻ്റെ ആ പടയോട്ടത്തിൽ ശത്രുക്കളൊക്കെ പരാജയപ്പെട്ടു പോകുന്നു. അദ്ദേഹത്തിൻ്റെ കയ്യിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിച്ച ഒരു ഒട്ടകത്തിൻ്റെ എല്ല് കഷ്ണമാണുള്ളത്. ശത്രുക്കൾക്ക് നേരെ അതങ്ങ് വീശുമ്പോൾ അതാ നിരവധി ആളുകൾ മരിച്ചു വീഴുകയാണ്. അതിൽ തന്നെ അല്ലാഹു തആല അദ്ദേഹത്തിന് ഭക്ഷണവും വെള്ളവുമെല്ലാം നൽകുകയാണ്. ഇങ്ങനെ 1000 വർഷം അദ്ദേഹം ജീവിച്ചു. എന്നിട്ട് ആ ശത്രുക്കൾക്ക് അദ്ദേഹത്തെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തിൻ്റെ ഭാര്യയെ അവർ വശീകരിച്ചു. ശത്രുക്കൾ വശീകരിച്ചിട്ട് ആ ഭാര്യയോട് അവൻ്റെ കയ്യിൽ നല്ല ചങ്ങല കൊടുത്തിട്ട്, നല്ല കയറ് കൊടുത്തിട്ട് പറഞ്ഞു, ഇതുകൊണ്ട് നിൻ്റെ ഭർത്താവിനെ കെട്ടിയിടണം, എന്നിട്ട് ഞങ്ങൾക്ക് വിവരമറിയിക്കണം, നിനക്ക് ഞങ്ങൾ ഇനാമ് തരാം, പൈസ തരാം. ആ ഭാര്യ അദ്ദേഹത്തിനെ കയറുകൊണ്ട് കെട്ടിയിട്ടു. കൈയും കാലും ഉറങ്ങുമ്പോൾ കെട്ടിയിട്ടു. അദ്ദേഹം ആ കൈകളും കാലുകളും അങ്ങ് ചലിപ്പിച്ചപ്പോൾ കയറുകളൊക്കെ പൊട്ടിപ്പോയി. ആരാണ് എന്നെ കെട്ടിയിട്ടതെന്ന് ചോദിച്ചപ്പോൾ നിങ്ങളുടെ ശക്തി മനസ്സിലാക്കാൻ കെട്ടിയതാണ് എന്ന് ഭാര്യ പറഞ്ഞു. പിറ്റേ ദിവസം ശത്രുക്കൾ ചങ്ങല കൊടുത്തു. അദ്ദേഹത്തിൻ്റെ കൈകളും കാലുകളും ഭാര്യ ചങ്ങല കൊണ്ട് ബന്ധിച്ചു. അദ്ദേഹം എഴുന്നേറ്റ് കൈകളും കാലുകളും നിവർത്തിയപ്പോൾ ആ ചങ്ങലകളും പൊട്ടിപ്പോയി. എന്നിട്ട് അദ്ദേഹം ഭാര്യയോട് പറഞ്ഞത്രേ, എന്നെ ആർക്കും തളക്കാൻ കഴിയില്ല, ഞാൻ അള്ളാഹുവിൻ്റെ ഔലിയാക്കളിൽപ്പെട്ട മനുഷ്യനാണ്. അതുകൊണ്ട് എൻ്റെ ശരീരത്തിലെ, എൻ്റെ തലയിലെ ഈ രോമങ്ങൾ കൊണ്ടല്ലാതെ എന്നെ കെട്ടിയിടാൻ ആർക്കും കഴിയില്ല. ചതിയത്തിയായ ഭാര്യ, വഞ്ചകിയായ ആ ഭാര്യ അദ്ദേഹം ഉറങ്ങുന്ന സമയത്ത് മുടി മുറിച്ചെടുത്ത് ആ മുടി കൊണ്ട് അദ്ദേഹത്തിൻ്റെ കൈകളും കാലുകളും കെട്ടിയിടുകയാണ്. ശത്രുക്കളെ വിവരമറിയിച്ചു. ആ ശത്രുക്കൾ വന്നു അദ്ദേഹത്തിനെ കൊണ്ടുപോയി ഒരു തൂണിൽ ബന്ധിപ്പിച്ച് അദ്ദേഹത്തിൻ്റെ ചെവികൾ അവർ മുറിച്ചു കളഞ്ഞു. അദ്ദേഹത്തിൻ്റെ വിരലുകളും കൈകളുമൊക്കെ മുറിക്കുന്ന അവസ്ഥ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് മലക്കുകൾ ഇറങ്ങി വരുന്നു. അദ്ദേഹത്തോട് എന്താണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ, ഈ തൂണങ്ങ് മറിച്ചിട്ട് ഇവരെയൊക്കെ നശിപ്പിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അദ്ദേഹം അങ്ങ് ചലിപ്പിച്ചപ്പോൾ ആ തൂണുകൾ മറിഞ്ഞു വീണ് ശത്രുക്കളൊക്കെ മരണപ്പെട്ടു പോയി. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിൻ്റെ ആ ചെവികളും കൈകളും മറ്റു അവയവങ്ങളുമൊക്കെ പൂർവ്വസ്ഥിതിയിലാക്കി കൊടുത്തു. പിന്നെയും അല്ലാഹു തആല അദ്ദേഹത്തിന് ഒരുപാട് കാലം ജീവിക്കാനും ശത്രുക്കളോട് പടവരുതാനുമുള്ള ആയുസ് അല്ലാഹു നൽകിയെന്ന ചരിത്രം കേട്ടപ്പോൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വളരെയധികം വേദന വന്നു. എൻ്റെ സമുദായത്തിന് വയസ്സ് കുറവാണ്, എൻ്റെ സമുദായത്തിന് ഇങ്ങനെയുള്ള ആയുസ്സൊന്നുമില്ല, ആയിരക്കണക്കിന് വർഷങ്ങൾ ജീവിക്കാനുള്ള കഴിവൊന്നും എൻ്റെ സമുദായത്തിനില്ല എന്ന് പരിതപിച്ചുകൊണ്ടിരിക്കുമ്പോൾ അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ഇറക്കി കൊടുക്കുന്നു. നബിയെ, തങ്ങളുടെ സമുദായത്തിന് 1000 വർഷങ്ങൾ ജീവിക്കേണ്ട കാര്യമില്ല, ഒരൊറ്റ രാത്രിയിൽ തന്നെ 80 ചില്ലാനം വർഷം ആരാധനകൾ അർപ്പിക്കുന്നതിൻ്റെ പ്രതിഫലം ഞാനിതാ നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞാണ് ഈ ലൈലത്തുൽ ഖദ്ർ എന്ന് പറയുന്ന രാത്രി അല്ലാഹു തആല നമുക്ക് നൽകിയിട്ടുള്ളത്. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, ആ ലൈലത്തുൽ ഖദ്റിൻ്റെ രാത്രിയിൽ മഹാന്മാർ ഒരുപാട് അടയാളങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ശാന്തമായ രാത്രിയായിരിക്കും, ഒച്ചയോ ബഹളങ്ങളോ ഇല്ലാത്ത തെളിഞ്ഞ ആകാശമുള്ള ശാന്തമായ രാത്രിയാണ്. ഒച്ചകളോ ബഹളങ്ങളോ ഇല്ലാത്ത രാത്രിയാണ്. വളരെ ശാന്തമായ രാത്രിയായിരിക്കും. നക്ഷത്രങ്ങളൊക്കെ തെളിഞ്ഞു കാണുന്ന രാത്രിയാണ്. ആ രാത്രി കഴിഞ്ഞാൽ പിറ്റേ ദിവസം മേഘാവൃതമായ
പകലാണ് നമുക്ക് കാണാൻ കഴിയുക. വെള്ളമേഘങ്ങൾ നിറഞ്ഞൊഴുകുന്ന പകല്, രാത്രി നമ്മുടെ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന മാലാഖമാർ കയറിപ്പോകുന്ന രാത്രി, അതാണ് ആ ആകാശത്തിൽ വെള്ള നിറത്തിൽ കാണുന്നത് എന്ന് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. പല മഹാന്മാരും ലൈലത്തുൽ ഖദ്റിനെ അനുഭവിച്ചവരാണ്. അതിനെ തൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് അതിൻ്റെ എല്ലാ ശ്രേഷ്ഠതകളും ജീവിതത്തിലേക്ക് എടുത്ത് ഉപയോഗിച്ച മഹാന്മാർ. പ്രിയപ്പെട്ടവരെ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ അതാ ഹദീസുകൾ കാണാൻ കഴിയും, അവിടെ നിന്ന് ലൈലത്തുൽ ഖദ്റിനെ നേടിയെടുത്തത്. ആ ലൈലത്തുൽ ഖദ്ർ മഹാന്മാരായ സ്വഹാബത്ത് പറയുന്നു, ഞങ്ങൾ ലൈലത്തുൽ ഖദ്റിനെ നേടിയെടുത്തപ്പോൾ അന്ന് നല്ല മഴയുള്ള ദിവസമായിരുന്നു. അതാ മഴ പെയ്ത് മദീനത്തെ പള്ളിയിലേക്ക് വെള്ളമിറ്റി ഞങ്ങൾ വെള്ളത്തിലും ചളിയിലുമായിട്ടാണ് ഞങ്ങളന്ന് സുജൂദ് ചെയ്തത് എന്ന് മഹാന്മാരായ സ്വഹാബത്ത് പറയുന്നുണ്ട്. അത് 27-ാം രാവിനാണെന്ന് പറയുന്നു. വേറൊരു ഹദീസിൽ കാണാം 29-നാണ് ആയിരുന്നു. ഇങ്ങനെ ഒറ്റയായ രാവുകളിൽ അത് മാറി മാറി വരുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഈ പരിശുദ്ധമായ റമളാനിൽ ആ ലൈലത്തുൽ ഖദ്ർ കൊണ്ട് വിജയിക്കുന്നവരിൽ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. കഴിയുന്ന നന്മകളൊക്കെ ചെയ്ത് പ്രതിഫലം വാരിക്കൂട്ടാൻ എൻ്റെ പ്രിയപ്പെട്ട സത്യവിശ്വാസികൾ നാം എല്ലാവരും ശ്രദ്ധിക്കണം. നമ്മുടെ അപരന് വേണ്ടി നാം ദുആ ചെയ്യണം, നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടി ദുആ ചെയ്യണം, നമ്മുടെ പാവപ്പെട്ട ഫലസ്തീൻ്റെ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യണം. കെടുതി അനുഭവിക്കുന്ന, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന, പ്രയാസങ്ങൾ അനുഭവിക്കുന്ന എല്ലാ മുസ്ലിമീങ്ങൾക്കും അല്ലാത്തവർക്കും വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണം. കാരണം നമ്മുടെ സഹോദരൻ്റെ അഭാവത്തിലുള്ള നമ്മുടെ പ്രാർത്ഥന റബ്ബ് സുബ്ഹാനഹു വ തആല സ്വീകരിക്കാൻ ഏറ്റവും ഉതകുന്നതാണ് എന്ന് ഹദീസുകളിൽ കാണാൻ കഴിയും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ റമളാൻ നമുക്ക് വിജയിക്കാനുള്ള മാർഗമായി സ്വീകരിക്കണം. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞ് നിങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത് ഞാൻ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.